ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നൈസായിട്ടുള്ള ഒരു പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വലിയ പ്രയാസമാണെന്നാണ് പലരും പറയാറ്. എന്നാൽ ഇതുപോലെ ഒരു ചെറിയ ടെക്നിക്കൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിത് വീട്ടിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. ഇതിനായിട്ട് നമ്മൾ ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന വളരെ നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അത്രയും വെള്ളം ഞാൻ ആ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും അതുപോലെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ഓണാക്കി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പിടുമ്പോൾ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന രീതിയിൽ ഉപ്പിട്ടാൽ പൊടിയിലേക്ക് ഉപ്പ് നന്നായിട്ട് ബ്ലെൻഡായി വന്നോളും. ഇനി എടുത്തു വച്ചിരിക്കുന്ന പൊടിയിൽ നിന്നും പകുതി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് സ്പാറ്റില വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള പൊടിയും കൂടെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആ പൊടിയെല്ലാം അതിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആ പൊടി ആ വെള്ളത്തിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വാട്ടി കുഴയ്ക്കുക എന്നൊക്കെയാണ് അതിന് പറയാറുള്ളത്. അതുപോലെ ഇങ്ങനെ ഇളക്കി നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ആ പൊടി ആ വെള്ളത്തിൽ കിടന്ന് നന്നായി വെന്ത് നന്നായി കുഴഞ്ഞ് ഇതുപോലെ ആയിട്ട് വരണം. ഇതുപോലെ ആവുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഇവിടെ പൊടിയെല്ലാം നന്നായിട്ട് വാടിയെടുത്ത് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓഫാക്കി കളയാം. ഇനിയിപ്പോൾ മൂടി തുറന്നു കഴിഞ്ഞാൽ ഇത് നല്ല ചൂടോടെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കാൻ ആ പാത്രവും ചൂടാണ്, മാവും ചൂടാണ്. അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിത് ചെയ്യുന്നത് പോലെ ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയ ശേഷം കൗണ്ടർ ടോപ്പിലേക്കാണ് മാവ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ആവി ഇതിൽ നിന്ന് നന്നായിട്ട് പോകുന്നുണ്ട്. ഇത് വല്ലാതെ തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഒരു പച്ചവെള്ളം ഒരു പാത്രത്തിൽ അടുത്ത് വെച്ച ശേഷം കൈ പതുക്കെ അതിലേക്കൊന്ന് മുക്കി കൊടുത്ത്, വെള്ളം കൂടാൻ പാടില്ല കേട്ടോ, മാവിലേക്ക് വല്ലാതെ വീഴാൻ പാടില്ല. കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കി കൊടുത്ത ശേഷം ഈ മാവ് ഇങ്ങനെ ഉരുട്ടി നമുക്ക് മയപ്പെടുത്തി കുഴച്ചെടുക്കണം. ഇങ്ങനെ 2 കൈ കൊണ്ട് കൂട്ടി തിരുമ്മി പിടിപ്പിച്ചിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. അങ്ങനെ കുഴച്ച് നല്ല സ്മൂത്തായി കുഴച്ചെടുത്താൽ നമുക്ക് ഇത് ഇനി പരത്തിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പരത്താൻ തുടങ്ങുമ്പോൾ അതെല്ലാം വിണ്ട് കീറി പൊട്ടിപ്പോകാൻ തുടങ്ങും. അപ്പോൾ അത് അങ്ങനെ പൊട്ടിപ്പോകാത്ത ഒരു മാവാക്കിയിട്ട് നമ്മളിത് കൈ വെച്ച് നല്ല സ്മൂത്താക്കി കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തൊട്ടമർത്തി കൊടുത്താൽ ഇങ്ങനെ കുഴിഞ്ഞ് പോകണം. ആ ഒരു പരുവത്തിന് വേണം മാവ് കുഴച്ചെടുക്കാൻ. ഇനി നമുക്ക് പരത്താൻ ആവശ്യമായിട്ടുള്ള വലുപ്പത്തിൽ ഓരോ ബോൾസ് ഇതിൽ നിന്നും എടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുത്ത ഓരോ ബോൾസും നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി തന്നെയാണ് ഞാൻ തൂവി കൊടുക്കുന്നത്. അതിലേക്ക് എല്ലാ ബോൾസും ഇതുപോലെ നമുക്ക് സ്മൂത്താക്കി അവിടെ വെച്ച് കൊടുക്കാം. ഇനി ഞാനിത് പരത്തുന്നത് ചപ്പാത്തി പരത്തുന്ന പലങ്കയിലാണ്. പരത്താൻ ഞാനിവിടെ എണ്ണയൊന്നും ഉപയോഗിച്ചില്ല, പൊടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ ബോൾസും എടുത്ത് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ തൂവി കൊടുത്ത് അധികം ബലം പ്രയോഗിക്കാതെ വേണം നമ്മൾ ഈ പത്തിരി പരത്തിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ സാവധാനം പതുക്കെ നമ്മൾ ഓരോ സൈഡായിട്ട് ഇങ്ങനെ പരത്തി ആവശ്യമുള്ള വലുപ്പത്തിലാക്കാം. നല്ല റൗണ്ട് ഷേപ്പ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതുപോലെ ഒരു പാത്രം വെച്ച് ഇങ്ങനെ അമർത്തി കൊടുത്ത് അതിനെ നല്ല റൗണ്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനങ്ങനെ പാത്രത്തിൽ വെച്ച് അമർത്തി ഇതുപോലെ നല്ല ഓരോ പത്തിരികളും ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ കനം കണ്ടല്ലോ, ആ ഒരു കനത്തിലാണ് ഞാൻ എല്ലാ പത്തിരികളും ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ചുടാനായിട്ട് പഴയ രീതിയിലുള്ള ആ പത്തിരി ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അടുപ്പത്ത് വെച്ച് നന്നായി ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ കോട്ടൺ തുണി ഉപയോഗിച്ച് തുടച്ചു കൊടുത്ത ശേഷം വേണം ഓരോ പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു വശം പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടാണ് നമ്മൾ പരത്തിയതെങ്കിൽ ഇതുപോലെ പൊങ്ങി വരും. അപ്പം പതുക്കെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും പത്തിരി ഇതുപോലെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇവിടെ സാധാരണ ചപ്പാത്തി തവയിലാണ് അടുത്ത് ഞാൻ ചുട്ടെടുക്കുന്നത്. അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരും. അങ്ങനെ ഞാനിവിടെ എല്ലാ പത്തിരി ഇതുപോലെ
ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ നൈസാണ്, അതുപോലെ വളരെ സോഫ്റ്റാണ്. എല്ലാ പത്തിരിയും ഞാൻ ഇതുപോലെ ചുട്ടെടുക്കും. അപ്പോൾ നിങ്ങൾ ഇതേ ഒരു അളവിൽ, അപ്പോൾ ഞാനെടുത്ത് 1 കപ്പാണ്, അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് അളന്നിട്ട് എടുത്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ പത്തിരി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.